ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നല്ല ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് 8ാമത്തെ റൂളാണ്. യൂസസ് ഓഫ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. 8ാമത്തെ അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ്. സൂപ്പർലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, താരതമ്യ പഠനം നമ്മൾ പറയും. താരതമ്യം, അതായത് വലുത്, കുറച്ചുകൂടെ വലുത്, ഏറ്റവും വലുത്. ഇപ്പോൾ ഏറ്റവും വലുതെന്ന് പറയുന്നതാണ് സൂപ്പർലേറ്റീവ്. ഇതുപോലെ ഇംഗ്ലീഷിൽ ഒരു നല്ല ശതമാനം അഡ്ജക്റ്റീവ്സ്, വിശേഷണങ്ങൾ, അഡ്ജക്റ്റീവ് എന്ന് പറയാം. അഡ്വേർബ്സ്, ക്രിയാവിശേഷണങ്ങൾ അഡ്വേർബ്സ് എന്ന് പറയും. ഇതിൻ്റെ അവസാനം ER ചേർത്താൽ കമ്പാരിറ്റീവ് ആവും, EST ചേർത്താൽ സൂപ്പർലേറ്റീവ് ആവും. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് വലിയ വാക്കുകളാണെങ്കിൽ മോർ, മോസ്റ്റ് ചേർക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ല മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതിനകത്ത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് സൂപ്പർലേറ്റീവ്. ഇവിടെ ഞാൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടോൾ, ടോളർ, ടോളർ കമ്പാരിറ്റീവ്. ടോളസ്റ്റ് സൂപ്പർലേറ്റീവ്. അതുപോലെ ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് സൂപ്പർലേറ്റീവ്. അപ്പം അത് അങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ, അതായത് സൂപ്പർലേറ്റീവ്സിൻ്റെ കൂടെ എന്താ നമ്മൾ ഇതാ ചേർത്തിരിക്കണം. ഉദാഹരണത്തിന് അശോക് ഈസ് ദ ടോളസ്റ്റ്, ദ ടോളസ്റ്റ്. ഹീ ഈസ് ദ ഫാസ്റ്റസ്റ്റ്. അപ്പം ഏറ്റവും കൂടിയ ഡിഗ്രി, അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, വലിയത്, വളരെ വലിയത്, ഏറ്റവും വലിയത്. ഏറ്റവും വലിയതെന്ന് പറയുന്നതാണ് ദ ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ സൂപ്പർലേറ്റീവ് ചേർക്കണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ചിലപ്പോൾ ഇങ്ങനെ വരും, വൺ ഓഫ്, പിന്നെ സൂപ്പർലേറ്റീവ് വരും. ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നോ, അശോക് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് റണ്ണേഴ്സ് ഇൻ ദ ഗ്രൂപ്പ്. ഇപ്പോൾ വൺ ഓഫ് കഴിഞ്ഞിട്ട് സൂപ്പർലേറ്റീവ് വന്നാലും ദ ചേർക്കണം. അതാണ് അശോക് ഈസ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് റണ്ണേഴ്സ്. ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ biggest mountains. It is one of the highest mountains. ഇപ്പോൾ വൺ ഓഫ് കഴിഞ്ഞിട്ടൊരു സൂപ്പർലേറ്റീവ് വന്നാലും ഇതാ ചേർക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് അഡ്വേർബ്സിൻ്റെ കൊടുത്തി. ഉദാഹരണത്തിന് ഹി റൺസ് ദ ഫാസ്റ്റസ്റ്റ്. He runs the fastest. She works the hardest. അത് സൂപ്പർ അഡ്ജക്റ്റീവ് ആണെങ്കിലും അഡ്വേർബ് ആണെങ്കിലും സൂപ്പർലേറ്റീവ്സിൻ്റെ കൂടെ ഇതാ ചേർത്തിരിക്കണം. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് മാത്രം എന്നുള്ള ഒരർത്ഥമാണ് ഇതാ. നാലാമത്തെ പോയിന്റ് വിത്ത് ഓർഡിനൽസ്. ഓർഡിനൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇതിനെ ഓർഡിനൽസ് എന്നാണ് പറയുന്നത്. റാങ്ക് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റുഡൻസ് എങ്കിൽ ഫിഫ്ത്ത് മാൻ, ഓർ ഫിഫ്ത്ത് ഓർ ഫോർത്ത് പ്രസിഡൻസ്, സെക്കൻഡ് സയൻറ്റിസ്റ്റ് ഇങ്ങനെ പറയില്ല. അതിനാണ് ഓർഡിനൽസ് എന്ന് പറയും. ORDINALS. അപ്പം അതിൻ്റെ കൂടി നമ്മൾ ഇത് ചേർത്തിരിക്കണം. ഹീ ഈസ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ്. ഷീ ഈസ് ദ ഫസ്റ്റ് singer in the group. She is the first dancer in the group. He is the second player in the class. He is the third who scored highest in the class. From ordinal numbers in the കൂടി, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമ്മൾ പറയില്ലേ എത്രാമത്തെ പ്രസിഡന്റ് എന്നൊക്കെ പറയില്ലേ, അതിന് പറഞ്ഞത് ദ ഫോർത്ത് പ്രസിഡന്റ്, അല്ലെ ദ ഫിഫ്ത്ത് പ്രസിഡന്റ്, ദ സിക്സ്ത് പ്രസിഡന്റ്. അങ്ങനെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇതാ ചേർക്കണം. ഇനി അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്
after very, she is the very best singer. Very കഴിഞ്ഞാൽ പിന്നെ the very best singer. അപ്പം വെരിക്ക് തൊട്ട് മുമ്പ് ദ ചേർക്കണം. He is the very best runner. He is the very fastest runner. She is the very sweetest singer. Sorry. She is the very sweetest singer. Very superlative and very എന്ന വാക്കിന് തൊട്ട് മുമ്പ് ദ ചേർക്കണം. ഷീ ഈസ് ദ വെരി ബെസ്റ്റ് സിംഗർ. ഇനി ആറാമത്തെ ഒരു പോയിന്റ്, ഒരിക്കലും ദ സൂപ്പർലേറ്റീവിൻ്റെ ഇവിടെ ചേർക്കാത്തൊരു അവസരം. അതായത് പൊസസീവ് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയും. മൈ ബുക്ക്, ഹിസ് ബുക്ക്, ഹിസ് പെൻ, ദർ ബാഗ്, ഇങ്ങനെയൊക്കെ. അത് ആ പൊസസീവിന് നമ്മുടെ സ്വന്തമാണെന്ന് പറയുക. അവിടെ നമ്മൾ ദ ചേർക്കണ്ട. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലാതെ ഹീസ് മൈ ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഒരിക്കലും പറയും. ഹീസ് their best captain. He's their best captain. അല്ലാതെ she is their the best captain എന്ന് പറയരുത്. മനസ്സിലായോ? അതായത് ഈ സൂപ്പർലേറ്റീവിന് തൊട്ട് മുമ്പ് പൊസസീവ് അഡ്ജക്റ്റീവ് വരുവാണെങ്കിൽ എൻ്റെ നിൻ്റെ അത് പിന്നെ അവിടെ സൂപ്പർലേറ്റീവ് ദ ഉപയോഗിക്കരുത്. ഡു നോട്ട് യൂസ്, അല്ലെങ്കിൽ നെവർ യൂസ്. ഇതാണ് എൻ്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, നോട്ട് ഹീ ഈസ് ദ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ പറയരുത്. അവിടെ ഒരു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞു മൈ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ ഒരു സെലക്ഷൻ ചെയ്യുന്ന ആവശ്യം ഇല്ല. അതാണ് എൻ്റെ കാര്യം. ഓളെ ഒരിക്കൽ കൂടി പറയണേ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. നമ്മൾ മസ്റ്റ് യൂസ് ബിഫോർ സൂപ്പർലേറ്റീവ്സ്. അഡ്ജക്റ്റീവ് ആണെങ്കിലും അഡ്വേർബ് ആണെങ്കിലും. എക്സാമ്പിൾസ് നോക്കി. അശോക് ഈസ് ദ ടോളസ്റ്റ്, ഹീ ഈസ് ദ ഫാസ്റ്റസ്റ്റ്. എന്താ വൺ ഓഫ് പ്ലസ് സൂപ്പർലേറ്റീവ് വരുമ്പം അതിൻ്റെ നടുക്ക് ഇതാ ചേർക്കണം. Ashok is one of the fastest. With adverbs in the word. Fastest. He runs the fastest. She works the hardest. അതുപോലെ തന്നെ അടുത്തത് ആഫ്റ്റർ വെരി കഴിഞ്ഞ് ഷീ ഈസ് ദ വെരി ബെസ്റ്റ് സിംഗർ. വെരി ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഇതാ ചേർക്കണം. മനസ്സിലായി? ജസ്റ്റ് ബിഫോർ വെരി followed by superlative degree. സൂപ്പർലേറ്റീവ് ഡിഗ്രി വെരിയും വന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പ് ദ ചേർക്കണം. ഒരിക്കലും ഉപയോഗിക്കരുത് ദ. അതെവിടെയാണ്? പൊസസീവ് അഡ്ജക്റ്റീവ് കൊണ്ട് ഉപയോഗിക്കരുത്. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അത് മതി. നോട്ട് ഹീസ് മൈ ദ ബെസ്റ്റ് ഫ്രണ്ട്. ദിസ് ഈസ് അവർ വേഴ്സ്റ്റ് സിറ്റുവേഷൻ. നമ്മൾ പറയണ്ട ദിസ് ഈസ് ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ. വേഴ്സ്റ്റ്, ബാഡ്, വേഴ്സ്റ്റ് സൂപ്പർലേറ്റീവ്. ക്ലിയർ ആയില്ല? അതാണ് റൂൾ 8. ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുക, സൂപ്പർലേറ്റീവ് ഡിഗ്രി അഡ്ജക്റ്റീവ് ആണെങ്കിലും അഡ്വേർബ് ആണെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പ് ഇത് ചേർത്തിരിക്കണം. ക്ലിയർ ആയില്ല? ബൈ.